അശ്വതി ചേച്ചി, ഐശ്വര്യ, ശ്യാമേ, എന്താ ഇവിടെ? എന്ത്? എന്തിനാ കിച്ചണിൽ വന്നെന്നാ ചോദിച്ചേ? അത് വെറുതെ അല്ല, പാചകം ചെയ്യാൻ. ആ പതിവ് നിങ്ങൾക്കില്ലല്ലോ. ഞാനിപ്പോ ആകെ മാറിപ്പോയി ശ്യാമേ. പാചകം ചെയ്യും, മുറ്റമടിക്കും, തറ തുടയ്ക്കും, എന്ത് ജോലി വേണമെങ്കിലും ചെയ്യും. എന്താ ഞാൻ പറഞ്ഞത് വിശ്വാസായില്ലേ? എങ്കി ഞാൻ കറിക്കരിഞ്ഞ് കാണിക്കാം. എന്താ കയ്യില്? കയ്യിലെന്താ 10 വിരല്, അല്ലാതെന്താ? അതല്ല, കയ്യിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന എന്താന്ന്? എന്തൊളിക്കാൻ? ആ കയ്യിലിരിക്കുന്ന തന്നെ. എന്ത്? തന്നെ വിട്. എന്ത് ശ്യാമേ ഇത്? ഈശ്വരാ. ഞാൻ പറഞ്ഞില്ലേ, കറിക്ക് നുറുക്കാൻ വേണ്ടിയാ. കറിക്ക് നുറുക്കുന്നത് അവിടെയല്ലേ, അല്ലാതെ ഇവിടെയല്ലല്ലോ. ആ, അത് സവാളയൊക്കെ ഇവിടെ ഇരിക്കുന്നേന്ന് തോന്നി. ഈ സ്റ്റൗവിന്റെ മുകളിലോ? അല്ല, ഇവിടെ എവിടെങ്കിലും വെക്കാലോ. സത്യം പറ, ഈ കത്തിയുമായി നീ എന്തിനാ ഇവിടെ എത്തിയേ? ഉപദ്രവിക്കാനല്ലേ? ഞാനോ? ഉപദ്രവിക്കാനോ? അതെന്തിനാ? എന്തിനാ ഏതിനാന്നൊക്കെ പിന്നെ പറയാം. നീ അശ്വതി ഉപദ്രവിക്കാൻ വേണ്ടിയല്ലേ ഇങ്ങോട്ട് വന്നേ? അയ്യോ അമ്മ, സത്യമായിട്ടും അല്ല. അശ്വതിയോടെ എനിക്ക് ഒരു പിണക്കുമില്ല. മാപ്പ് പറയാന്ന് കരുതി വന്നതാ. അല്ല, നിന്റെ സ്വഭാവം എനിക്കറിയാം. നീ ആ ഒരു മാനസികാവസ്ഥയിൽ നിൽക്കുക. നീ ഇനി ഇവിടെ ആരെ എന്തും ചെയ്യും. ഇവിടെ വസുന്ധരാമ എതിർക്കുന്നത് ബുദ്ധിയല്ല. ഇവരും അരുണും രണ്ടും കൽപ്പിച്ച് നിൽക്കുക. തൽക്കാലം അഭിനയിക്കാം. അവസരം വരുമ്പോ എല്ലാറ്റിനും ശരിക്ക് കൊടുക്കണം. അവസാനിപ്പിച്ച് കളയണം എല്ലാറ്റിനെയും. എന്താടി, എന്താ മറുപടി പറയാത്തെ? ദാ അമ്മ ഇത് പിടിക്ക്, എന്നിട്ട് എന്നെ അങ്ങ് കൊല്ലും. നേരത്തെ അമ്മയല്ലേ പറഞ്ഞു എന്നെ അങ്ങ് കൊല്ലുന്ന്. കൊല്ല്, എന്നെ അങ്ങ് കൊല്ലും. ഇങ്ങനെ എന്നെ വേദനിപ്പിക്കുന്നതിലും നല്ലത് അത് തന്നെയാ. എന്നെ അങ്ങ് കൊല്ല്, എന്നെ കൊല്ല്. ഈ കത്തി പിടിക്കുമേ, എന്നെ കൊല്ല്. കൊല്ലമ്മേ. അയ്യോ അമ്മ വേണ്ട. അമ്മേ വേണ്ട. അമ്മേ അമ്മ വേണ്ടമ്മേ. അമ്മ വേണ്ടമ്മേ, ഞാനല്ലേ പറയുന്നേ. അമ്മ എന്നെ ചെയ്യല്ലേ. അയ്യോ അമ്മേ, അമ്മ നിന്നെ കൊല്ലണല്ലേ? അമ്മേ ഒന്നും ചെയ്യില്ല അമ്മേ. അയ്യോ അമ്മ, ഞാൻ പറയുന്ന കേക്ക്. അമ്മ അമ്മ ഒന്ന് പറയുന്ന കേക്ക്. അമ്മ പറയുന്ന കേക്ക്. നിന്നെ അമ്മ വേണ്ട. അമ്മ പറയുന്നത് കേക്ക്. നീ ഇങ്ങനെ ഒരു നാടകം കളിച്ച് എന്റെ അരുണിനെ, ഈ കുടുംബത്തെയും ഒരുപാട് വേദനിപ്പിച്ചു. അമ്മ വേണ്ട. ശ്യാമയുടെ വയറ്റിലുള്ള കുഞ്ഞിനെ ഇല്ലാതാക്കാൻ നോക്കി. എന്റെ വീട്ടിൽ എല്ലാവരോടും ഒരുപാട് ഒരുപാട് ദ്രോഹങ്ങൾ കാണിച്ചു ഇല്ലേ? അമ്മ എന്നെ കൊല്ലല്ലമ്മേ. ഇനി ഇതൊന്നും പറ്റില്ല.
നീ എന്ന ദ്രോഹം അവസാനിക്കണം. അമ്മേ എന്റെ മക്കൾ, എന്റെ ശ്രീകുട്ടി രക്ഷപ്പെടണം. അമ്മ വേണ്ടമ്മേ, അമ്മ വേണ്ട. അതിന് തീരേണ്ടത് നീയാ. അമ്മേ, ഈ വീട്ടിലെ തീരാ ശാപമാ നീ. ഈശ്വരാ, പാർശ്വമ്മേ. ഈ നിമിഷം നിന്നെ കൊന്ന് ഞാൻ ജയിലിൽ പോകും. അമ്മ വേണ്ട. എന്റെ അരുണിന് വേണ്ടി, എന്റെ ശ്യാമയ്ക്കും ശ്രീകുട്ടി മോക്കും വേണ്ടി ഞാനത് ചെയ്യാൻ പോവാ. നീ ഇനി ജീവിച്ചിരിക്കരുത്. ചെയ്യല്ലേ. അമ്മേ, വിടാനല്ലേ പറഞ്ഞേ? എന്നെ വിട്. മാറ്. അമ്മ മാറ്. അമ്മ അകത്തേക്ക് പോ. ഇവിടെ ഇന്ന് അകത്തേക്ക് കൊല്ലും പോ. ഞാൻ. അമ്മേ, പോ. അമ്മേ, വിടന്നെ. അമ്മ ഇവിടെ അമ്മ എന്താ ചെയ്യുന്നത്? അമ്മേ, അവളെ ഞാനിത് കൊല്ലും. അമ്മേ, അമ്മ. അമ്മേ, അമ്മേ. അമ്മ, ശരി. അമ്മ സാരമില്ല. അവളെ അമ്മ മാനസികമായിട്ട് ആകെ തകർന്നു പോയി. ഒന്ന് പിടിച്ചേ, നമുക്കൊന്ന് കിടത്താം. അമ്മേ, അവള് വാ അമ്മേ. അമ്മ അങ്ങോട്ട് വാ. അതൊക്കെ സംഭവം ആകെ കോംപ്ലിക്കേഷൻ ആയല്ലോ. ഐശ്വര്യ തിരിച്ച് നിങ്ങളുടെ വീട്ടിലേക്ക് വന്നത് വലിയ തിരിച്ചടിയാ. അപ്പോൾ നമുക്കിനി എന്ത് ചെയ്യാൻ പറ്റുമെന്നാ വക്കീൽ പറയുന്നേ? അല്ല, ഐശ്വര്യ മ്യൂച്വലായി ഡിവോഴ്സ് പെറ്റീഷനിൽ ഒപ്പിടാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ? ഇല്ല സാർ, ഒരിക്കലും ഐശ്വര്യ അങ്ങനെ ഒരു ഡിവോഴ്സിന് സമ്മതിക്കില്ല. ഡിവോഴ്സ് പെറ്റീഷനിൽ ഒപ്പിടില്ല. അപ്പൊ പിന്നെ മറ്റു വഴി നോക്കണം. നമ്മൾ ഡിവോഴ്സിന് കേസ് കൊടുക്കാന്ന് വെക്കുക. പക്ഷേ ഏറ്റവും വലിയ പ്രശ്നം അതല്ലാരും. അശ്വതിയെയും കുഞ്ഞിനെയും അവിടെ വീട്ടിൽ നിങ്ങളോടൊപ്പം താമസിപ്പിച്ചിരിക്കുന്നത് കോടതിയിൽ പ്രശ്നമായിട്ട് വരും. എന്തുകൊണ്ടും ഐശ്വര്യയ്ക്ക് കേസ് അനുകൂലമായിട്ടേ വരും. അരുണിനെ വിട്ടുപോകാൻ ഐശ്വര്യ ഒരിക്കലും തയ്യാറല്ല. അരുൺ ആദ്യ ഭാര്യയെയും കുഞ്ഞിനെയും വീട്ടിൽ താമസിപ്പിച്ചിരിക്കുന്നു. കാര്യങ്ങൾ എന്തൊക്കെയായാലും കോടതി ഐശ്വര്യയുടെ പക്ഷത്തെ നിൽക്കും. അപ്പോൾ പിന്നെ ഇതിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടാൻ ഒരു മാർഗവുമില്ലേ? ഉണ്ട്. എങ്ങനെയെങ്കിലും ഐശ്വര്യയെ പോലീസ് സഹായത്തോടെ ആ വീട്ടിൽ നിന്ന് മാറ്റി നിർത്തണം. അതിന് ഐശ്വര്യ ആ വീട്ടിൽ എല്ലാവർക്കും ജീവൻ ആപത്തുണ്ടാക്കാമെന്ന് തെളിവ് വേണം. അതിനും തെളിവോ? ഐശ്വര്യ നടത്തിയ ക്രൂരതകൾക്കൊന്നും തെളിവ് കണ്ടെത്താനൊന്നും പറ്റില്ല. ഇപ്പോ കോടതിയിൽ അരുണാണ് തെറ്റുകാരൻ. അല്ലെങ്കിൽ തന്നെ നിയമപരിരക്ഷ സ്ത്രീകൾക്കാ കൂടുതൽ, അത് ഓർക്കണം. അപ്പോൾ ഐശ്വര്യ സൗന്ദര്യത്തിന്റെ പേരിൽ ഗർഭപാത്രം നഷ്ടപ്പെടുത്തി കളഞ്ഞതോ? അത് നമുക്ക് അനുകൂലമായിട്ട് വരില്ലേ? അങ്ങനെ വരേണ്ടതാ. പക്ഷെ അത് ഐശ്വര്യ സ്വമനസാലെ ചെയ്തതാണെന്നുള്ളതിന് എന്താ തെളിവ്? ഭർത്താവും കുടുംബക്കാരും ചേർന്ന് മനഃപൂർവ്വം ഗർഭപാത്രം നീക്കം ചെയ്യിച്ചതാണെന്ന് കോടതിയിൽ ഐശ്വര്യ പറയാൻ സാധ്യതയുണ്ട്. അരുണിന് ആദ്യ ഭാര്യയും കുഞ്ഞുമുണ്ട്. ഇനി ഐശ്വര്യ പ്രഗ്നന്റ് ആവാതിരിക്കാൻ മനഃപൂർവ്വം അരുൺ അങ്ങനെ ഒരു ചതി ചെയ്തതാണെന്ന് ഐശ്വര്യ വാദിച്ചാൽ എന്താ ചെയ്യുക? എന്നാൽ കോടതിയുടെ സിമ്പതി ഐശ്വര്യയ്ക്ക് അനുകൂലമാവും. സംശയം വേണ്ട. അല്ല, ടെൻഷൻ ആവണ്ട. ഒരു പോസിബിലിറ്റി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നമുക്ക് താമസിയാതെ ഡിവോഴ്സ് പെറ്റീഷൻ കൊടുക്കാം. പക്ഷെ അതിനു മുൻപ് എങ്ങനെയും ഐശ്വര്യക്കെതിരായുള്ള തെളിവുകൾ സംഘടിപ്പിക്കാൻ അരുൺ ശ്രമിക്കണം. നിങ്ങളുടെ വീട്ടിൽ മറ്റുള്ളവരുടെ സ്വത്തിനും ജീവനും ഐശ്വര്യ ഭീഷണിയാണെന്നുള്ളതിന് തെളിവ് വേണം. അതിന് വേണ്ടത് ആദ്യം ചെയ്യണം. ഇനിയും ഐശ്വര്യ വെറുതെ ഇരിക്കില്ലല്ലോ. ഐശ്വര്യയുടെ തനി സ്വഭാവം ഇനിയും കാണിക്കും. ആരെങ്കിലും ഉപദ്രവിക്കാൻ ശ്രമിക്കും. അപ്പൊ അതെല്ലാം തെളിവ് സഹിതം കണ്ടെത്തണം. അതാണ് ഐശ്വര്യയിൽ നിന്ന് ഡിവോഴ്സ് കിട്ടാനുള്ള എളുപ്പമാർഗം. അല്ലാതെ വെറുതെ കേസ് കൊടുത്തിട്ട് പ്രത്യേകിച്ചൊന്നും നേടാനില്ല. അരുൺ പോയി ആ തെളിവുമായി വരും. അപ്പൊ നമുക്ക് നോക്കാം. അയ്യോ, അമ്മ ഉണ്ടാക്കിയ സ്പെഷ്യൽ കറി എടുത്തില്ല. ഞാൻ എടുത്തിട്ട് വരാം.
കൊള്ളാം. ആ ശ്യാമ, ശ്യാമേച്ചി ഫുഡ് കഴിക്കാം. ആണോ? വാ. അയ്യോ വേണ്ട, അത് എനിക്കൊന്നും വേണ്ട. പറ്റില്ല. കൊടുക്കമ്മേ. വേണ്ട. ഞാൻ തരാം. ആ ദാ. ഇരിക്ക്. മോളെ, അയ്യോ, ശ്യാമേ. ഇവിടെ എന്തെടുക്കുക? നീ കറിയിൽ വല്ല വിഷമായിട്ട് ഇളക്കുകയാണോ? ആണോന്ന്? അമ്മേ, അല്ല, ഞാൻ ഓരോന്നിങ്ങനെ ഓർത്തിട്ട്. എന്തോർത്ത്? ആരെങ്കിലും കൊല്ലുന്ന ഓർത്തിട്ടുള്ളേ അല്ലേ? നമുക്ക് തന്നെ ഫുഡ് കഴിക്കാം. നമുക്കത് പിന്നെ ഡിസ്കസ് ചെയ്യാം. ദീപ കഴിക്കാം. അങ്കിളിന്റെ മടി ഇരിക്കാം. ഇരുന്നോ. ആ ആ. മോളെ അശ്വതി ചേച്ചി വിളമ്പ്. വാ. വിളമ്പ് മോളെ. എനിക്ക് അരുണങ്ങൾ എടുത്തു തന്നാ മതി. അതിനെന്താ, അങ്കിള് തരാലോ. നല്ല ടേസ്റ്റ്. നമ്മളെ എങ്ങനെയുണ്ട്? അരുൺ, എന്താടി നീ കാണിച്ചേ? എന്താ കാണിച്ചേന്ന്? ഇതെല്ലാം തുടച്ചു മാറ്റ. വേഗം വേണം. നിന്നോടാ പറഞ്ഞേ എല്ലാം പെറുക്കി തുടച്ച് വൃത്തിയാക്കാൻ. എനിക്ക് പറ്റില്ല. പറ്റില്ലേ? പറ്റില്ല. അമ്മേ, അയ്യോ അമ്മേ. അമ്മേ. നീ പറഞ്ഞ അനുസരിക്കില്ലേ? എല്ലാം പെറുക്കി മാറ്റ. ഞാൻ പെറുക്കാം. തറ തുടച്ച് വൃത്തിയാക്കാം. ആ ഫോർക്ക് അങ്ങ് വെക്കമ്മേ.
ആദ്യം നീ ഞാൻ പറയുന്നത് കേക്ക്. കേക്കാമേ. അമൃതേ, ഒരു മോപ്പിംഗ് എടുത്തേ മോളെ. ഇവളിവിടെ മൊത്തം ഒന്ന് വൃത്തിയാക്കട്ടെ. ശരി അമ്മ. വേഗം വേണം. ഇവളിവിടെയൊക്കെ ഒന്ന് ക്ലീൻ ആക്കട്ടെ. ചെല്ല്. അതിട്ട് പൊട്ടിച്ചിട്ടല്ലേ ആന്റിക്ക് പറക്കേണ്ടി വന്നേ. കൊച്ചുകുട്ടി ആന്റി, അയ്യേ കഷ്ടം. മോളെ ശ്യാമിച്ചയ്ക്ക് ചിരി വരുന്നില്ലേ ഇത് കണ്ടിട്ട്? മോളെ മിണ്ടാതിരിക്കെ. എഴുന്നേക്ക്. എഴുന്നേക്കാൻ. വേഗം വേണം.